ഹലോ, അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താ സംഭവം എന്നറിയോ? ഇതാണ് ആകാശവെള്ളരി. ഇതിങ്ങനെ എല്ലായിടത്തും കാണാൻ കിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുകൊണ്ട് കുറെ കറികളും അതേപോലെ ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ എടുത്ത് ജ്യൂസ് അടിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അത് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് ജ്യൂസ് അടിക്കാം. അപ്പോൾ നമുക്ക് ഇത് മുറിച്ച് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാട്ടെ. ഓൾറെഡി ഞാൻ ഒരെണ്ണം മുറിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കുരു ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുറിച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ്. അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുരുക്കളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിട്ട് ജ്യൂസ് അടിക്കാൻ പോണത്. ബാക്കി ഇതിൻ്റെ മേലത്തെ ഇത് നമുക്ക് കറി വെക്കാൻ പറ്റും കേട്ടോ. പരിപ്പ് കറിയും മറ്റേ എലിശ്ശേരി അങ്ങനെയൊക്കെ കറികളൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അച്ചാറിടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ ഫുള്ള് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് പപ്പായയുടെ പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 2 പീസിലും കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ജ്യൂസ് അടിച്ച് നോക്കാം. അപ്പം ഞാൻ മുന്നത്തെയും എടുത്ത് വെച്ച കുരുക്കളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പറയുമ്പോൾ ചെറിയൊരു പുളിപ്പ് ടേസ്റ്റാണ്. ഫാഷൻ ഫ്രൂട്ടിൻ്റെ പോലെ പുളിപ്പ് ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത്. പക്ഷെ നമുക്കിങ്ങനെ വെറുതെയും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ജ്യൂസ് അടിച്ച് നോക്കാം. അപ്പോൾ ഞാനിതൊരു ജാറിലേക്ക് ഇടാൻ പോവാണ്. അതിന് മുന്നേ ഇതാണ് ഞാൻ കറി വെച്ചത് കേട്ടോ. പരിപ്പും തക്കാളി ഇട്ടിട്ട് ഞാൻ ആകാശവെള്ളരി ഇട്ടിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. നമ്മുടെ സാധാ പരിപ്പ് കറിയുടെ പോലെ തന്നെ ടേസ്റ്റാണ്. പിന്നെ വേറെ ഈ ആകാശവെള്ളരി ഇട്ട് വിചാരിച്ചിട്ട് അതിൻ്റെ വേറെ ടേസ്റ്റ് എടുക്കണമെന്നില്ല. സാധാ പരിപ്പ് കറിയുടെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. അതിന് ഞാൻ ജാറിലേക്ക് ഈ ആകാശവെള്ളരിയുടെ കുരു ഇടുകയാണ്. ഇതിന് നമുക്ക് വേണ്ടത് പഞ്ചസാരയും വെള്ളവും ഈ വെള്ളരിയുടെ കുരു മാത്രമാണ്. അപ്പോൾ ഞാൻ ഒക്കെ അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. അത് പുളിപ്പുള്ള കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാവുന്നുള്ളൂ. ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം കുറച്ചുകൂടി കൂടുതൽ ഒഴിക്കാം, കുറവ് ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം. എനിക്കിത് 1 ഗ്ലാസ് ജ്യൂസാണ് എനിക്കിതൊന്ന് കിട്ടിയത്. ഞാനതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പഞ്ചസാരയും കുരുവും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഞാനിത് അരച്ചെടുത്തു. പിന്നെ വെള്ളം ഒഴിച്ചിട്ടുള്ള കാരണം നമുക്ക് ഒരുപാട് നേരം അരയ്ക്കാൻ പറ്റില്ല. അതും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം നിർത്തി. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു അരിപ്പയിൽ അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് അടിച്ചെടുത്തിട്ടുള്ളൊരു പരിവ് കേട്ടോ. ഞാനിതൊപ്പം ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൽ ആ ജ്യൂസ് പാത്രത്തേക്ക് പോയി ബാക്കി ചെറുതായി കട്ടിയാവുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസ്. കറക്റ്റ് എനിക്ക് ഒരു ഗ്ലാസ് ജ്യൂസാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കളറൊക്കെ ഇതാട്ടോ അടിച്ച് വന്നപ്പോൾ. അപ്പോൾ നമ്മുടെ ആകാശവെള്ളരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിപ്പുണ്ട് കേട്ടോ. കുറച്ചുകൂടി മധുരം വേണം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടുക. ഇതെന്തായാലും കുറച്ച് പുളിപ്പുണ്ട്, എന്നാലും എനിക്കിഷ്ടമായി. ഇന്ന് നമുക്ക് ചാറ്റിന് കൊടുത്ത് നോക്കാം. അപ്പോൾ ആകാശവെള്ളരി ജ്യൂസാണ്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചെറിയ പുളിപ്പന്നെ ഉള്ളൂ കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ടേസ്റ്റാണ്. കൊള്ളാം. അപ്പോൾ ഇന്നലെ ഫ്രണ്ട് ഉണ്ട് ഷെറിൻ എന്ന് പറഞ്ഞിട്ട്. ആളുടെ വീട്ടിൽ പോയപ്പോഴാണ് ആകാശവെള്ളരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൻ്റെ കാര്യം മൂപ്പര് പറയുന്നുണ്ട്. നോക്കിയിട്ട് നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഇതിൻ്റെ പേര് തന്നെ കേൾക്കുന്നത്. അപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഷെറിൻ ചേട്ടാ വെറൈറ്റി സംഭവമായിട്ടുണ്ട്. താങ്ക്സ്.